ഹായ്, വെൽക്കം ബാക്ക് ടു മാജിക് മൂവി എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി 2012 അമേരിക്കൻ മിസ്റ്ററി ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ കൊളംബസ് സർക്കിൾ എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. ഒരു അപ്പാർട്ട്മെന്റിൽ 20 വർഷമായി പുറത്തിറങ്ങാതെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ തൊട്ടടുത്ത റൂമിൽ ഉണ്ടാകുന്ന ഒരു കൊലപാതകം. ആ കൊലപാതകം അന്വേഷിച്ചു വരുന്ന പോലീസുകാർക്ക് മനസ്സിലാവുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന ഈ പെൺകുട്ടി 20 വർഷമായി പുറത്തിറങ്ങിയിട്ടില്ല. ഈ പെൺകുട്ടി ആരാണ്? ഇതിന്റെ എല്ലാം പിന്നിൽ ഒരുപാട് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുണ്ട്. നമുക്കിനി സ്റ്റോറിയിലോട്ട് പോയാലോ? മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കൊളംബസ് സർക്കിൾ എന്ന് പറയുന്ന ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആണ്. ആ അപ്പാർട്ട്മെന്റിൽ ഒരു റൂമിൽ ഒരു മുത്തശ്ശി കിടന്നുറങ്ങുകയാണ്. പെട്ടെന്നായിരുന്നു ഒരു സൗണ്ട് കേൾക്കുന്നത്. മുത്തശ്ശി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. മുത്തശ്ശി തന്റെ പക്കലുണ്ടായിരുന്ന ചെറിയ ടോർച്ച് എടുത്ത് കത്തിച്ചു. പതുക്കെ മുന്നോട്ട് നടന്നു നോക്കാൻ തുടങ്ങി. ആ സമയം മുഖംമൂടി ധരിച്ച ഒരാൾ ആ മുത്തശ്ശിയുടെ മുന്നിൽ വന്നു. മുത്തശ്ശി ഞെട്ടി നോക്കി. അയാൾ അപ്പോൾ തന്നെ ആ മുത്തശ്ശിയെ കൊന്നു. അവിടെ ചെറിയൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതും എടുത്ത് ആ കില്ലർ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ പോലീസ് എത്തുന്നു ആ അപ്പാർട്ട്മെന്റിൽ. മരിച്ചുപോയ ഈ മുത്തശ്ശിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ആ മുത്തശ്ശി അവിടെ താമസിച്ചിരുന്നത്. മുത്തശ്ശിയുടെ കൊലപാതകം അന്വേഷിക്കാനായി 2 പോലീസുകാർ എത്തി. അവരുടെ പേര് റോൺ, ജെറി എന്നായിരുന്നു. റോണിന്റെ അസിസ്റ്റന്റായ ജെറി പറയും, ഈ മുത്തശ്ശിയുടെ വീഴ്ച ഒരു ആക്സിഡന്റലി വീണതാണ്, കൊലപാതകം ആവാൻ സാധ്യതയില്ല. റോൺ പറയും, ഇതൊരു ആക്സിഡന്റ് അല്ല, ഇതൊരു കൊലപാതകമാണ്. മുത്തശ്ശിയുടെ ചെരുപ്പ് കിടക്കുന്ന കട്ടിലിന്റെ അവിടെയും ഒരു ചെരുപ്പ് മാറിയുമാണ് കിടക്കുന്നത്. മുത്തശ്ശി കിടക്കുന്ന പൊസിഷൻ നോക്കിയാൽ ഇതൊരു ആക്സിഡന്റ് ആയി തോന്നുന്നില്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. റോൺ പുറത്തിറങ്ങി തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെന്റിൽ നോക്ക് ചെയ്യും. അവിടെ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാവില്ല. റോൺ അവിടെ നിന്ന് നേരെ റിസപ്ഷനിൽ പോയി കെയർടേക്കറിനോട് മരിച്ച മുത്തശ്ശിയെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ചോദിക്കും. ആ കെയർടേക്കർ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം റോണിനോട് പറയുന്നുണ്ട്. അതേസമയം റോൺ അയാളോട് ചോദിക്കും, ആ മരിച്ചുപോയ മുത്തശ്ശിയുടെ ഓപ്പോസിറ്റ് റൂമിൽ ആൾ താമസമില്ലേ? കെയർടേക്കർ പറയും, അവിടെ ഉണ്ട്, പക്ഷെ അവർ പുറത്തിറങ്ങില്ല. അവരുടെ പേര് അബിയേൽ എന്നാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 11 വർഷമായി. ഈ 11 വർഷത്തിന് മുമ്പേ അവർ അവിടെ ഉണ്ട്, പക്ഷെ ഇന്നേ വരെ അവർ പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരൊരു ലെറ്റർ എഴുതി പുറത്തിടും. ആ ലെറ്റർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. റോൺ വീണ്ടും ആ റൂമിന്റെ ഫ്രണ്ടിൽ പോയി അവിടെ നോക്ക് ചെയ്യും. പക്ഷെ അപ്പോഴും അവിടെ തുറക്കുന്നില്ല. റോൺ ആ ഡോറിന് മുന്നിൽ നിന്ന് പറയും, നിങ്ങളുടെ റൂമിന് ഓപ്പോസിറ്റ് താമസിക്കുന്ന മുത്തശ്ശി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ഓഫീസറാണ് ഞാൻ. എനിക്ക് നിങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. റോൺ പറയും, ഞാൻ പോലീസുകാരെയും കൂട്ടി വാറണ്ടുമായി വരും. നിങ്ങളുടെ വാതിൽ തല്ലി പൊളിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യിക്കരുത്. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് മടങ്ങും. ആ സമയമായിരുന്നു റോൺ അവിടെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അയാൾ വന്ന് നോക്കുമ്പോൾ ഡോറ് തുറന്നിട്ടിട്ടുണ്ട്. അയാൾ മെല്ലെ അകത്ത് കയറും. സോറി മേഡം, ബുദ്ധിമുട്ടിപ്പിച്ചതിന്. റോൺ ആ റൂം ഫുള്ളും കണ്ണോടിച്ച് നോക്കിയതിനു ശേഷം അബിയലിനോട് പറയും, ഈ റൂം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഓപ്പോസിറ്റ് റൂമിൽ താമസിക്കുന്ന മുത്തശ്ശിയുടെ മർഡർ അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസറാണ് ഞാൻ. എനിക്ക് നിങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. റോൺ അബിയലിനോട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ റൂം വിട്ട് പുറത്തു വരാത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയല്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കും ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ചിലന്തികളെ ഭയമാണ്. ഇതും പറഞ്ഞ് റോൺ അബിയലിനോട് ചോദിക്കും, എനിക്കൊരു ഗ്ലാസ് കോഫി തരാമോ? അവൾ അയാളെ നോക്കും. ഒരു താല്പര്യവുമില്ലാതെ അബിയൽ കോഫി എടുക്കാനായി തിരിയും. അബിയൽ അയാൾക്ക് കോഫി കൊടുക്കും. ആ സമയം അയാളെ കപ്പ് മാറ്റി സോസർ നോക്കുമ്പോൾ അതിനകത്ത് ഒരു എംബ്ലം ഉണ്ടായിരുന്നു. ഏതോ ഒരു വലിയ ഫാമിലിയുടെ എംബ്ലം ആയിരുന്നു അത്. റോൺ ചോദിക്കും, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കുന്നത്? അബിയൽ പറയും, അതെ. നിങ്ങൾ നെയ്ബറിനെ കുറിച്ച് അറിയാനല്ലേ വന്നത്? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? റോൺ അബിയലിനോട് ചോദിക്കും, ഇന്നലെ രാത്രി നിങ്ങൾ ആ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നോ? അബിയൽ പറയും, ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അവിടെ ആരെങ്കിലും വരുന്നതോ പോകുന്നതോ കണ്ടിട്ടുണ്ടായിരുന്നോ? അവൾ പറയും, ഇല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. റോൺ ചോദിക്കും, ആ മുത്തശ്ശിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അബിയൽ പറയും, എനിക്കൊന്നും അറിയില്ല. അവിടെ ഒരു മുത്തശ്ശി താമസമുണ്ടെന്ന് മാത്രമേ അറിയാവൂ. റോൺ അയാളുടെ വിസിറ്റിംഗ് കാർഡ് അബിയലിന് കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു പറയണം. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പുറത്തു പോകും. അതിനുശേഷം അബിയൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുമ്പോഴായിരുന്നു ടിവിയിൽ ഒരു ന്യൂസ് കേൾക്കുന്നത്. അവൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കും. അമേരിക്കയിലെ വലിയൊരു ഫാമിലിയാണ് വാട്ടേഴ്സ് ഫാമിലി. ആ ഫാമിലിയിലെ അവസാന അവകാശിയായ ഒരു പെൺകുട്ടി. ആ കുട്ടിയെ 17 വർഷം കൊണ്ട് കാണാനില്ല. ആ പെൺകുട്ടിയുടെ പേര് ജസ്റ്റീന വാട്ടേഴ്സ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ 5 വർഷം മുമ്പ് മരിച്ചു. അദ്ദേഹം മരിക്കുന്നതുവരെയും തന്റെ മകളെ തേടിക്കൊണ്ടേയിരുന്നു. അതേസമയം അബിയൽ തന്റെ കുട്ടിക്കാലം ഓർത്തു. അവളുടെ അച്ഛൻ അവളെ നന്നായി ഉപദ്രവിക്കുമായിരുന്നു. അവിടെ നിന്ന് പോയ റോൺ നേരെ പോകുന്നത് ഒരു ആന്റിക് ഷോപ്പിലായിരിക്കും. അബിയലിന്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ ആ പ്ലേറ്റിൽ കണ്ട ആ സിംബൽ അത് അയാൾ വരച്ചു ആ ആന്റിക് ഷോപ്പുകാരന് കൊടുക്കും. റോൺ അയാളോട് ചോദിക്കും, ഇത് ഏത് കമ്പനിയുടേതാണ്? അയാൾ പറയും, അറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് സാറിനെ വിവരം അറിയിക്കാം. റോൺ തന്റെ വിസിറ്റിംഗ് കാർഡ് ആന്റിക് ഷോപ്പുകാരന് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ആ സമയം റോണിന്റെ അസിസ്റ്റന്റ് ജെറി വിളിക്കും. മുത്തശ്ശി സ്ഥിരമായി നോക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ റേമണ്ട് എന്നാണ്. അസിസ്റ്റന്റ് ജെറി ഡോക്ടറുടെ അഡ്രസ്സും ഡീറ്റെയിൽ എല്ലാം റോണിന് കൊടുക്കും. അതേസമയം ആ മുത്തശ്ശി മരിച്ച അപ്പാർട്ട്മെന്റ് താമസിക്കാനായി 2 പേര് അവിടെ വരും. അബിയൽ തന്റെ റൂമിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവളിതെല്ലാം ആരെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ അപ്പാർട്ട്മെന്റ് എത്ര രൂപയാണെങ്കിലും നമുക്ക് വാങ്ങാമായിരുന്നല്ലോ, എന്തുകൊണ്ടത് നടന്നില്ല? മറുസൈഡിൽ അയാൾ പറയും, ഞാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല.
എന്തായാലും ക്ഷമിക്കൂ, കുറച്ച് നാളുകൾക്കകം നമുക്കത് വാങ്ങാം. പറയും എനിക്കിപ്പോൾ തന്നെ നിങ്ങളെ കാണണം. അയാൾ പറയും ഞാൻ ബിസിയാണ്. അബിയേൽ പറയും പറ്റില്ല, ഇപ്പോൾ ഇവിടെ വരണം. അയാൾ അബിയലിന്റെ അപ്പാർട്ട്മെന്റിൽ വരും. ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ മുത്തശ്ശി മരിച്ചുപോയി. ആ മുത്തശ്ശിയുടെ മരണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അബിയേൽ അദ്ദേഹത്തോട് ചോദിക്കും. അയാൾ പറയും അതൊരു സ്വാഭാവിക മരണമായിരുന്നു. അബിയേൽ പറയും ഇവിടെ പോലീസ് എന്റെ അടുത്ത് വന്നു. അവർ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇവിടെ ആരും വരാൻ പാടില്ല. അബിയേൽ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, എല്ലാം ഞാൻ ശരിയാക്കാം. ഇതും പറഞ്ഞ് അയാൾ അവളെ സമാധാനപ്പെടുത്തും. അബിയേൽ ആ സമയം ആ പോലീസ് കൊടുത്ത വിസിറ്റിംഗ് കാർഡ് അയാൾക്ക് കൊടുക്കും. അയാൾ അത് വെക്കാനായി അയാളുടെ പേഴ്സ് എടുക്കുമ്പോൾ അവൾ ചോദിക്കും ഞാൻ തന്ന പുതിയ പേഴ്സ് എന്താ ഉപയോഗിക്കാത്തത്? അയാൾ പറയും നിന്റെ അമ്മ ഇതെനിക്ക് പണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അബിയേൽ പറയും എനിക്ക് സമാധാനപരമായി ജീവിക്കണം, അതുകൊണ്ട് ഇവിടെ ആരും വരാൻ പാടില്ല. അയാൾ പറയും ഇനി ആരും വരില്ല, ഞാനത് നോക്കിക്കോളാം. മുത്തശ്ശി മരിച്ച ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ വന്നത് കപ്പിൾസ് ആയിരുന്നു. ചാർലിയും ലില്ലിയും എന്നായിരുന്നു പേര്. ചാർലി അപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ച് അപ്പാർട്ട്മെന്റിലെ കെയർടേക്കർ ചോദിക്കും നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അയാൾ ഒന്നും മിണ്ടുകയില്ല. അന്ന് നൈറ്റ് അബിയേൽ കിച്ചണിൽ നിൽക്കുമ്പോൾ ആ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. അബിയേൽ ശ്രദ്ധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു. മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ വന്ന ലില്ലിയുടെയും ചാർലിയുടെയും ബഹളമായിരുന്നു. ചാർലി മദ്യം കഴിച്ചിട്ട് ഒന്ന് ലില്ലിയുമായി അടിയുണ്ടാക്കുന്നതായിരുന്നു. അവർ വഴക്കുണ്ടാക്കി നേരെ ഡോറിന് പുറത്തെത്തി. അബിയേലിന്റെ ഡോറിന്റെ ഫ്രണ്ടിലായി അവരുടെ വഴക്ക്. അബിയേൽ വഴക്ക് ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അവൾക്ക് നല്ല പേടിയായി. അബിയേൽ നന്നായി ഭയന്നു. അവൾ പതുക്കെ നടന്ന് ഡോറിലൂടെ എത്തി നോക്കും. ചാർലി ലില്ലിയനെ മർദ്ദിക്കുന്നതായിരുന്നു. അബിയേൽ അത് കണ്ട് പേടിച്ച് തിരിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് വീണ് പൊട്ടും. അബിയേൽ പതുക്കെ വീണ്ടും ആ ഡോറിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കും. അവൾ നോക്കുമ്പോൾ കാണുന്നത് ചാർലി തന്റെ റൂമിലോട്ട് എത്തി നോക്കുന്നതാണ് അവൾ കാണുന്നത്. അത് കാണുന്ന അബിയേൽ പേടിക്കും. അവൾ പതിയെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കും. ആ സമയം ആ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അബിയേൽ പതുക്കെ തന്റെ ഡോർ തുറക്കും. പുറത്തോട്ട് നോക്കുമ്പോൾ ആ സ്ത്രീ തറയിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ചാർലി അവിടെ ആ സമയം ഉണ്ടായിരുന്നില്ല. അബിയേൽ ലില്ലിയോട് ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ലില്ലിയൻ പറയും വേണ്ട. അബിയേൽ ചോദിക്കും പോലീസിനെ വിളിക്കട്ടെ? ലില്ലിയൻ പറയും വേണ്ട, വിളിക്കണ്ട. അബിയേൽ പേടിച്ച് തന്റെ വാതിലിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രീയെ എത്തിപ്പിടിക്കാനായി ശ്രമിക്കും. പെട്ടെന്നായിരുന്നു ലിഫ്റ്റ് വരുന്നതും ലിഫ്റ്റിൽ ബെല്ലടിക്കുന്നത്. അബിയേലിന് മനസ്സിലായി പോയ ചാർലിയാണ് ആ വരുന്നത്. അബിയേൽ അപ്പോൾ തന്നെ ലില്ലിയനെ വലിച്ച് അകത്ത് കയറ്റി തന്റെ ഡോർ അടയ്ക്കും. അവിടെ വന്ന ചാർലിക്ക് മനസ്സിലായി ലില്ലിയൻ ഉള്ളത് അബിയേലിന്റെ ഫ്ലാറ്റിലാണ്. അബിയേലിന്റെ ഫ്ലാറ്റിലെ ഡോർ മുട്ടി ചാർലി വിളിക്കാൻ തുടങ്ങി. ആരും ഡോർ തുറന്നില്ല. അയാൾ വീണ്ടും അബിയേലിന്റെ ഡോർ മുട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. ചാർലി പറഞ്ഞു ലില്ലിയൻ നീ പുറത്തു വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ ചെയ്തതിന് സോറി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ പുറത്തു വരൂ ലില്ലിയൻ, സോറി. അയാൾ അതും പറഞ്ഞു ഡോർ മുട്ടിക്കൊണ്ടേയിരുന്നു. അവർ ഡോർ തുറന്നില്ല. അയാൾക്ക് ദേഷ്യമായി. അയാൾ ആ ഡോറിലിട്ട് അടിച്ചിട്ട് അവിടെ നിന്ന് പോയി. ലില്ലിയനെ അബിയേൽ സമാധാനപ്പെടുത്തി. ചാർലി ലില്ലിയനെ മർദ്ദിച്ചത് കൊണ്ട് അവൾക്ക് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇഞ്ചുറിയിൽ വയ്ക്കാനായി അബിയേൽ ഐസ് ബാഗ് കൊടുത്തു. അവൾ അത് വച്ചു. അബിയേൽ ലില്ലിയനോട് ചോദിച്ചു എന്തുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ സമ്മതിക്കാത്തെ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതിരുന്നാൽ ഇത് അയാളെ സപ്പോർട്ട് ചെയ്യും പോലെ അല്ലേ? ലില്ലിയൻ പറയും അല്ല, അദ്ദേഹം എപ്പോഴും ഇങ്ങനെയല്ല. മദ്യപിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അദ്ദേഹം മാത്രമേ ഉള്ളൂ. അത് കേൾക്കുന്ന അബിയേൽ പിന്നെ ഒന്നും ചോദിക്കത്തില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് റോണും ജെറിയും ഒരു മരണം നടന്ന ഫ്ലാറ്റിന്റെ താഴെയായിരുന്നു. ഒരു പയ്യൻ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തതായിരുന്നു. ജെറി റോണിനോട് ചോദിക്കും ഇത് കണ്ടിട്ടും നിനക്ക് ആത്മഹത്യയാണെന്ന് തോന്നുന്നുണ്ടോ അതോ കൊലപാതകമായി തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഇതൊന്നുമല്ല. അന്ന് മരിച്ച ആ മുത്തശ്ശിയുടെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആ ലേഡി, ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവർ വർഷങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാറില്ല. അവർക്ക് ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടോ ഒന്നുമില്ല. അവളുടെ പേരിൽ ഒരു രേഖയുമില്ല. അങ്ങനെയുള്ള ലേഡി എങ്ങനെയാണ് ഇത്രയും വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നത്? ഇത് കേൾക്കുന്ന അസിസ്റ്റന്റ് ജെറി പറയും ന്യൂയോർക്ക് സിറ്റിയാണിത്, ഇവിടെ പലതും നടക്കും. റോൺ പറയും അവളുടെ പുറകിൽ എന്തോ രഹസ്യമുണ്ട്, ഞാനത് കണ്ടുപിടിക്കും. രാവിലെ ആയിട്ടും ലില്ലിയൻ എണീച്ചിട്ടില്ലായിരുന്നു. അവൾ നല്ല മയക്കത്തിലായിരുന്നു. അബിയേൽ ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം ആലോചിച്ച് അവിടെ ഇരിക്കും. ലില്ലിയൻ എണീച്ച് അബിയേലിനോട് ചോദിക്കും ടൈം എത്രയായി? അവൾ പറയും 8:30. ലില്ലിയൻ അബിയേലിനോട് സോറി പറയും. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അബിയേൽ പറയും അത് കുഴപ്പമില്ല. ലില്ലിയൻ അവിടെ നിന്ന് നേരെ കണ്ണാടിയിൽ പോയി തന്റെ ഫേസ് നോക്കും. ഫേസിൽ ഇഞ്ചുറിയുടെ പാടുണ്ടായിരുന്നു. അവൾ അത് കണ്ട് കരയും. അബിയേൽ ചോദിക്കും ഇനിയും നിങ്ങൾ അയാളുടെ അടുത്താണോ പോകുന്നത്? അവൾ പറയും അതെ, അദ്ദേഹം മദ്യം കഴിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, ഇപ്പോൾ ശരിയായി കാണും. ലില്ലിയൻ അബിയേലിനോട് ആ സമയം ചോദിക്കും എന്തുകൊണ്ടാണ് അബിയേൽ പുറത്തിറങ്ങാത്തത്? അബിയേലിന് ആരെങ്കിലും പേടിയാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തിറങ്ങാതെ ഈ റൂമിൽ തന്നെ താമസിക്കുന്നേ? അബിയേൽ പറയും എനിക്ക് പണ്ടേ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ശീലിക്കുന്നത്. ആ സമയം ലില്ലിയൻ പറയും എനിക്കും ആഗ്രഹമുണ്ട് ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഓടിപ്പോയി ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന്. ലില്ലിയൻ പോയി കഴിയുമ്പോൾ അബിയേൽ ആ വയസ്സായ അങ്കിളിനെ വിളിക്കും. ആ അങ്കിളിനോട് ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയും. അങ്കിൾ ചോദിക്കും എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല? അവൾ പറയും
ലിലിയൻ സമ്മതിച്ചില്ല. അബിയൽ പറയും, ഞാൻ അവളിൽ എന്നെയാണ് കണ്ടത്. എനിക്കും പണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടല്ലോ, അതിനാലാണ് ഞാൻ അവളെ സഹായിച്ചത്. ആ സമയം ആ അങ്കിള് പറയും, ശരി, നീ അവളോട് കൂട്ടുകൂടിക്കോളൂ. അവളുടെ ഹസ്ബൻഡ് അറിയാതെ നീ അവളുമായി കൂട്ടുകൂടും. നിനക്ക് അവളെ ഇഷ്ടമായെങ്കിൽ നീ അവളെ വീട്ടിൽ വിളിച്ചൊരു ഡിന്നർ കൊടുക്കും. നിനക്കൊരു കൂട്ടാവട്ടെ. അങ്കിൾ പറഞ്ഞതെല്ലാം കേട്ട് അവൾ ഫോൺ വെക്കും. ചാർലിയും ലില്ലിയനും ഇന്നലെ ഉണ്ടായ വഴക്കെല്ലാം മറന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയൊക്കെ പറഞ്ഞു അവർ ഒരുമിച്ചു. ചാർലിയും ലില്ലിയനും പുറത്തു പോയി ഷോപ്പിംഗും കഴിഞ്ഞ് വരുന്ന വഴിക്ക് അപ്പാർട്ട്മെന്റിലോട്ട് കയറുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറും ഇവരും തമ്മിൽ ക്രാഷായി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് എല്ലാം താഴെ വീഴുന്നു. കെയർ ടേക്കർ അവരോട് സോറിയും പറഞ്ഞു അതെല്ലാം എടുക്കാൻ സഹായിക്കും. അതെല്ലാം പെറുക്കിയെടുത്ത് കെയർ ടേക്കറും അവരെ കൂടെ ആ അപ്പാർട്ട്മെന്റിനകത്ത് പോകും. എന്നിട്ട് അയാൾ പറയും, ആ മുത്തശ്ശി മരിച്ചു കിടന്നത് അവിടെയാണ്. ചാർലി ചോദിക്കും, എന്നിട്ട് എന്തായി? മുത്തശ്ശി സ്റ്റെപ്പിൽ നിന്ന് വീണു മരിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. പെട്ടെന്ന് കെയർ ടേക്കർ അവരോട് സോറി പറയും. നിങ്ങളോട് ഞാൻ ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു, സോറി. ഇതും പറഞ്ഞ് അയാൾ ആ ഡോറും അടച്ച് പുറത്തിറങ്ങിയ ഡോറടച്ച കെയർ ടേക്കർ അവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആ വാതിലിന്റെ അവിടെ നിൽക്കും. ഇത് തന്റെ റൂമിനകത്ത് നിന്ന് അബിയൽ കാണുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ ഒരു ലെറ്റർ പുറത്തിടും. അത് കാണുന്ന കെയർ ടേക്കർ അതെടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി അത് ലില്ലിയനുള്ളതാണ്. അയാൾ നേരെ ലില്ലിയന്റെ ഡോർ മുട്ടും. അവൾ തുറക്കുമ്പോൾ ആ ലെറ്റർ അവൾക്ക് കൊടുക്കും. അബിയൽ അന്ന് രാത്രി ലില്ലിയനെ ഡിന്നറിന് ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ ആയിരുന്നു അത്. അന്ന് നൈറ്റ് അബിയലും ലില്ലിയനും ഒരുമിച്ച് ഡിന്നറിനായി കൂടും. ആ സമയത്ത് തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. ആ സമയം ലില്ലിയൻ തന്റെ ഫാമിലി കാര്യങ്ങളെല്ലാം അബിയലിനോട് പറയും. തന്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ നന്നായി മദ്യപിക്കുമായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചാണ് താൻ വളർന്നത്. ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ $7 20 സെന്റ് സ്ഥലവും മാത്രവുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ ചാർലിയെ കണ്ടുമുട്ടുന്നത്. അയാളുടെ കൂടെ ജീവിച്ചതിന് ശേഷമാണ് ഞാൻ സന്തോഷമായി ജീവിക്കുന്നത്. പക്ഷെ അയാൾ മദ്യപാനിയാണ്. എങ്കിലും അയാൾക്ക് എന്നോട് സ്നേഹമാണ്. അയാൾ ഈ ലോകത്തില്ലെങ്കിൽ എനിക്ക് വേറെ ആരുമില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ലില്ലിയൻ അബിയലിനോട് അവളുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കും. അബിയൽ പറയും, ഞാനൊരു വലിയ ഫാമിലിയിലാണ് ജനിച്ചത്. എന്റെ അച്ഛൻ നന്നായി മദ്യപിക്കും, എന്നെയും അമ്മയും ഒരുപാട് മർദ്ദിക്കും. ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും അച്ഛൻ ആരായില്ല. അച്ഛന്റെ ഇഷ്ടങ്ങൾ ഞങ്ങളെ അടിച്ചേൽപ്പിക്കും. ആ സമയം ലില്ലിയൻ പറയും, നിങ്ങൾ നല്ല കാശുകാരിയായിട്ടാണല്ലേ വളർന്നത്, ഞാൻ പക്ഷെ തെരുവിലാണ് വളർന്നത്. ലില്ലിയൻ അബിയലിനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്? അബിയൽ പറയും, ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ആളാണ് എന്നെ രക്ഷപ്പെടുത്തി ഈ ഫ്ലാറ്റിൽ എത്തിച്ചത്. ആർക്കും അന്വേഷിക്കാൻ പറ്റാത്ത വിധം ആ ആൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാരെയും പേടിയാണ്. ഞാൻ ആരും കാണാതെ തിരക്കൊഴിഞ്ഞ സമയത്ത് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. ഞാൻ ആരുമില്ലാത്ത സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. ലില്ലിയൻ പറയും, ഇനി നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് കൂട്ടാവാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ പുറത്തിറങ്ങണം. അബിയൽ പറയും, പറ്റില്ല, എനിക്ക് പേടിയാണ്. ലില്ലിയൻ പറയും, പറ്റില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. അബിയലിനോട് ലില്ലിയൻ പറയും, ഇവിടെ അടുത്തൊരു ഫ്ലവർ ഷോപ്പ് ഉണ്ട്, അവിടെ നല്ല ഭംഗിയാണ് കാണാൻ, നമുക്ക് അവിടെ പോണം, നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ, നീ എന്റെ കൂടെ പുറത്തു വരണം. ഇതും പറഞ്ഞ് ലില്ലിയൻ അബിയലിന്റെ കയ്യിൽ പിടിച്ച് അവളെ ആശ്വസിപ്പിക്കും. അതേസമയം പോലീസ് ഓഫീസറായ റോണും ജെറിയും ആ ഡോക്ടറുടെ വീട്ടിലെത്തും. അവർ അവിടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. റോണും ജെറിയും കൂടെ ആ വീടിന്റെ ബാക്ക് സൈഡ് പോയി നോക്കും. ആ സമയം ആ ഡോക്ടർ ഒരു നായയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ ഡോക്ടറായിരുന്നു അബിയലിന്റെ അങ്കിളും. അയാൾ പോലീസുകാരെ കാണും. അയാൾ ചോദിക്കും, നിങ്ങൾ ആരാ? റോണും ജെറിയും അദ്ദേഹത്തോട് സോറി പറഞ്ഞുകൊണ്ട് പറയും, അപ്പാർട്ട്മെന്റിൽ മരിച്ച മുത്തശ്ശിയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറാണ് ഞങ്ങൾ. ജെറിയും റോണും അവരെ പരിചയപ്പെടുത്തും. മുത്തശ്ശിയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറാണെന്ന് അറിഞ്ഞു, അതിനാൽ എന്തെങ്കിലും വിവരം അറിയാൻ പറ്റുമോ എന്നറിയാൻ വന്നതാണ്. ഡോക്ടർ പറയും, ആ മുത്തശ്ശിക്ക് ക്യാൻസർ ആയിരുന്നു, അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു, അതിനാൽ അവർ ആക്സിഡന്റിൽ വീണുവെല്ലാം മരിച്ചതാവാം. നിങ്ങൾക്കെന്താ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ആ ഡോക്ടർ അവരോട് ചോദിക്കും. റോൺ പറയും, ഇല്ല, ഡോക്ടറാണ് മുത്തശ്ശിയെ പരിശോധിക്കുന്നതെന്ന് അറിഞ്ഞു, അതിനാലാണ് ഡോക്ടറെ കാണാൻ വന്നത്. ഇതും പറഞ്ഞ് റോൺ അവിടെ നിന്ന് പോകാൻ തിരിയുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, മരിച്ചുപോയ മുത്തശ്ശിയുടെ ഓപ്പോസിറ്റ് റൂമിൽ താമസിക്കുന്ന അബിയലിനെ അറിയാമോ? ഡോക്ടർ പറയും, അറിയാം, അതൊരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള കാര്യമാണ്, അത് നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് ഡോക്ടർ അകത്തോട്ട് പോകും. റോൺ ജെറിയോട് പറയും, ഞാൻ അയാളോട് വേറൊന്നും ചോദിച്ചില്ല, അവരറിയാമോന്നല്ലേ ചോദിച്ചുള്ളൂ, അയാൾ എന്തിനാ ഇത്രയും പറഞ്ഞത്? അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇതും പറഞ്ഞ് അവർ അവിടെ നിന്ന് തിരിക്കും. പിറ്റേന്ന് രാവിലെ ലില്ലിയൻ അബിയലിനെ നിർബന്ധിച്ച് വാതിലിന് പുറത്തു കൊണ്ടുവരും. അവളോട് പറയും, നമുക്ക് ആ ലിഫ്റ്റിന്റെ അവിടം വരെ ഒന്ന് നടക്കാം. അബിയൽ പക്ഷെ നടക്കത്തില്ല, അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ലില്ലിയന്റെ നിർബന്ധപ്രകാരം അവൾ കാലുകൾ പതുക്കെ പതുക്കെ വെച്ച് നടക്കും. അവൾ വെളിച്ചത്ത് പുറത്തിറങ്ങാറില്ലായിരുന്നു. ചാർലി ആ സമയം മദ്യപിച്ച് ആ അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു. ലിഫ്റ്റിൽ കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ കെയർ ടേക്കറും ഉണ്ടായിരുന്നു. അയാൾ അപ്പോൾ ചാർലിയോട് പറയും, നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതേസമയം ലില്ലിയൻ അബിയലിനെ നടത്തി ഒരു ടേബിളിന്റെ അടുത്ത് വരെ എത്തിക്കും. ആ സമയമായിരുന്നു ലിഫ്റ്റ് തുറന്ന് അയാൾ അവിടെ വരുന്നത്. ലിഫ്റ്റ് തുറന്ന് പുറത്തു വന്ന ചാർലി ലില്ലിയനെയും അബിയലിനെയും കാണും. അയാൾ നേരെ അവരുടെ അടുത്തേക്ക് വരും. ചാർലിയെ കണ്ടു പേടിച്ച് അബിയൽ നേരെ ആ ടേബിളിന്റെ അടിയിൽ കയറി ഒളിക്കും. അയാൾ നേരെ നടന്ന് അവരുടെ അടുത്ത് വരും. എന്നിട്ട് അബിയലിനെ തൊടാൻ ശ്രമിക്കും. ലില്ലിയൻ പറയും, അവളെ തൊടരുത്, അവൾ പാവമാണ്, പ്ലീസ് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. അയാൾ അവിടെ നിന്ന് അവരെ രണ്ടുപേരെയും പരിഹസിച്ച് എന്തൊക്കെയോ പറയും. അയാൾ അവിടെ നിന്ന് അബിയലിനെ കളിയാക്കി ചിരിക്കും. അത് കഴിഞ്ഞ് അയാൾ നേരെ പോകുന്നത് അബിയലിന്റെ റൂമിലോട്ട്. ഇത് കാണുന്ന അബിയൽ അവളോട് പറയും, എന്റെ റൂമിൽ അയാളോട് കയറരുതെന്ന് പറയൂ, എന്റെ റൂമിൽ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല.
അയാളോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയൂ. ഇതും പറഞ്ഞ് അബിയേൽ നേരെ റൂമിലോട്ട് ഓടാൻ ശ്രമിക്കും. ലില്ലിയൻ അവളെ തടഞ്ഞു വെക്കും. അയാൾ തിരിച്ചിറങ്ങി പോകുമെന്ന് അവൾ പറയും. ചാർലി മദ്യപിച്ചതായി ആക്ട് ചെയ്തതായിരുന്നു. അതേസമയം അയാൾ നേരെ പോകുന്നത് അബിയേൽ ലാപ്ടോപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തായിരുന്നു. ആ ലാപ്ടോപ്പിൽ അയാൾ എന്തോ പെൻഡ്രൈവ് കുത്തിവെക്കും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ലില്ലിയനും ചാർലിയും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് ഇവിടെ വരുന്നത്. ചാർലി ലില്ലിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തെങ്കിലും പറഞ്ഞ് അബിയേലിനെ പുറത്തെത്തിക്കണം. ആ സമയം ഞാൻ അവളുടെ ഫ്ലാറ്റിനകത്ത് കയറും. അബിയേലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അറിയാമായിരുന്നു. അബിയേലിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ക്യാഷ് മൊത്തം ഇവർക്ക് എടുക്കണം. അതിനായി അവർ ദിവസങ്ങളോളം എടുത്തുണ്ടാക്കിയ പ്ലാൻ ആയിരുന്നു ഇത്. ലില്ലിയന്റെ ഫോട്ടോ വെച്ച് അബിയേലിന്റെ ബാക്കി ഡീറ്റെയിലും വെച്ച് അവരൊരു ID കാർഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അബിയേലിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന $100 മില്യൺ അതെടുക്കാനായിരുന്നു അവരുടെ ശ്രമം. ആൾമാറാട്ടം നടത്തി അബിയേലിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് മൊത്തം നമുക്ക് എടുക്കണം. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ചാർലി അബിയേലിന്റെ ലാപ്ടോപ്പിൽ കുത്തിവെച്ച പെൻഡ്രൈവ് അബിയേൽ ലാപ്ടോപ്പ് ഇനി ബാങ്കിന്റെ ആവശ്യത്തിനായി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പാസ്വേഡ് കിട്ടും. അതിനായിരുന്നു ചാർലി പെൻഡ്രൈവ് കുത്തിവെച്ച് എന്തോ ഡേറ്റാസ് അതിനകത്ത് കയറ്റിയത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ ചാർലി പുറത്തിറങ്ങും. എന്നിട്ട് അയാൾ പറയും, അയ്യോ എന്റെ റൂം മാറിപ്പോയി. ഇതും പറഞ്ഞ് അയാളുടെ റൂമിലോട്ട് പോകും. അയാൾ പോയി കഴിയുമ്പോൾ അബിയേൽ തന്റെ റൂമിൽ വരും. അവൾ ലില്ലിയനോട് പറയും, എന്റെ റൂമിൽ ഇനി ആരും വരാൻ പാടില്ല. എന്നെ ആരും ശല്യപ്പെടുത്താൻ ഇവിടെ വരാൻ പാടില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും അതിനാലാണ്. ലില്ലിയൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അബിയേൽ പറയും, നിർത്തൂ, എനിക്കിവിടെ ആരും വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. ആ സമയം ലില്ലിയൻ അബിയേലിനോട് സോറി പറയും. അബിയേൽ പറയും, എനിക്ക് സോറി വേണ്ട, നിങ്ങൾ ആരും ഇവിടെ വരരുത്, ഇനി എന്റെ റൂമിൽ ആരും വരാൻ പാടില്ല. ഇതും പറഞ്ഞിട്ട് ലില്ലിയനോട് അബിയേൽ ഇറങ്ങി പോവാൻ പറയും. ഡിന്നർ കൊടുത്തതിന് താങ്ക്സും പറഞ്ഞ് ലില്ലിയൻ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ ഇവൾ കള്ളിയാണെന്ന് അബിയേലിന് അറിയില്ലായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ചാർലിയാണ്. അയാൾ എന്തോ മെസ്സേജ് കണ്ട് അവിടെ ആലോചിച്ചിരിക്കുകയാണ്. ആ മെസ്സേജ് അയച്ചത് കെയർടേക്കർ ആയിരുന്നു. അയാൾ ചാർലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ചാർലിയെ പണ്ട് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. ആ കണ്ടത് 12 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ വെച്ചായിരുന്നു. മണി സ്കാമിന്റെ കേസിൽ കെയർടേക്കർ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് അതുപോലൊരു കേസിൽ അകപ്പെട്ടിട്ടായിരുന്നു ഈ ചാർലിയും ആ ജയിലിൽ ഉണ്ടായിരുന്നത്. കെയർടേക്കർ ചാർലിക്ക് അയച്ച മെസ്സേജ്, നീ ഇവിടെ വന്നിരിക്കുന്നത് ആരെയോ പറ്റിച്ച് ക്യാഷ് എടുക്കാനാണ്. അതിൽ പങ്ക് നീ എനിക്കും തരണം. നമുക്കത് തുല്യമായി വീതിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ഇത് പോലീസിനെ അറിയിക്കും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നീ എന്നെ വന്ന് കാണണം. ആ സമയം നീ എന്നോട് പറയണം നീ ആരെയാ പറ്റിക്കാൻ പോകുന്നത്, നീ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം. ഇതായിരുന്നു ആ മെസ്സേജ്. ചാർലി ഉറപ്പിക്കും അയാളെ കൊല്ലണം. കെയർടേക്കർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ചാർലി അയാളുടെ അടുത്ത് പോകും. അയാളുടെ ബേക്കേ ചെന്ന് ബേക്കിൽ കൂടെ തുണിയിട്ട് അയാളുടെ കഴുത്തിന് മുറുക്കി പിടിക്കാൻ ശ്രമിക്കും. അയാൾ അവിടെ നിന്ന് കുതറി ഓടും. അയാളുടെ ബേക്കേ ഓടി ചാർലി അയാളെ കൊല്ലാനായി ശ്രമിക്കും. അയാൾ ഓടി നേരെ ഇറങ്ങുന്ന റോഡിലായിരിക്കും. റോഡിൽ വരുന്ന ഒരു ബസ് അയാളെ ഇടിച്ചിടും. അപ്പോൾ തന്നെ അയാൾ മരിക്കും. അത് കാണുന്ന ചാർലിക്ക് സമാധാനമാവും. അപ്പാർട്ട്മെന്റിന് മുന്നിൽ വെച്ച് ഒരാൾ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച കാര്യങ്ങളെല്ലാം ന്യൂസിലുണ്ടായിരുന്നു. കെയർടേക്കർ മരിച്ച ന്യൂസായിരുന്നു TV-യിൽ. ചാർലി ഈ ന്യൂസും കണ്ടിരിക്കുന്ന സമയത്ത് ലില്ലിയൻ അങ്ങോട്ട് വരും. ചാർലിയുടെ ഇരിപ്പ് കണ്ട് ലില്ലിയൻ ചോദിക്കും, എന്താ പറ്റിയത്? ലില്ലിയനും ആ ന്യൂസ് കേൾക്കും. ആ സമയം ചാർലിയോട് ചോദിക്കും, എന്താ സംഭവിച്ചത്? ലില്ലിയൻ ചാർലിയോട് ചോദിക്കും, ചാർലിയാണോ അയാളെ കൊന്നത്? ചാർലി ഒന്നും മിണ്ടുകയില്ല. ലില്ലിയൻ അപ്പോൾ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ഇതിന് കൂട്ടം നിൽക്കത്തില്ല. എന്തിനാ ഇത് ചെയ്തത്? ഇതാകെ പ്രശ്നമാവും. ഇതും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. പോലീസ് കേസൊന്നും എന്റെ പേരിൽ വരരുത്. ആ സമയം അയാൾ അവളെ സമാധാനപ്പെടുത്തും. എല്ലാം ശരിയാവും. അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഒന്നും അല്ലായിരുന്നു. ആ സമയം ചാർലിക്ക് ഒരു മെസ്സേജ് വരും. ലില്ലിയൻ ചോദിക്കും ആരാന്ന്. അവൻ പറയും അയാൾക്ക് നമ്മളെ കാണണമെന്ന്. അയാളായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പിന്നിലുള്ള ആൾ. ആ സമയം അബിയേൽ ആ അങ്കിളിനെ വിളിക്കും. അയാളോട് പറയും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം. കെയർടേക്കർ മരിച്ചതും പറയും. അവൾ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിനെ എനിക്ക് ഇന്ന് തന്നെ കാണണം. ഇതും അവൾ അയാളോട് ആവശ്യപ്പെടും. പക്ഷെ അയാൾ പറയും രാത്രിയായി, നാളെ കാണാം. അത് പറഞ്ഞ് അയാൾ അവളെ സമാധാനപ്പെടുത്തും. ഇയാൾ ഫോൺ വെച്ച് തിരിയുന്നത് ചാർലിയുടെയും ലില്ലിയുടെയും മുന്നിലായിരിക്കും. ഇവർ 3 പേരും കൂടെ ചെയ്യുന്ന പ്ലാൻ ആയിരുന്നു ഇതെല്ലാം. ഈ ഡോക്ടറായിരുന്നു ചാർലിയുടെയും ലില്ലിയുടെയും പിന്നിലുണ്ടായിരുന്ന ആൾ. ആ ഡോക്ടർ ചാർലിയെ വഴക്കു പറയുമായിരുന്നു. നിങ്ങൾ ആ കൊലപാതകം ചെയ്തപ്പോൾ കറക്റ്റാ ചെയ്തില്ല. പോലീസിന് അതൊരു കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ട്. ആ രീതിയിൽ നീ കൊണ്ടെത്തിക്കാൻ പാടില്ലായിരുന്നു. അടുത്തതായി നീ വീണ്ടും ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു. ഈ കൊലപാതകത്തിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ആ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതും കൂടെ ആകുമ്പോൾ പോലീസിന്റെ സംശയങ്ങൾ ഉയരില്ലേ? ആ അന്വേഷണം നിന്നിൽ എത്തിച്ചേരും. ആ മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിലെ റെന്റ് ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു. അതിനാൽ ഇനി പോലീസ് എന്നെയും തേടി വരാം. ഇനി ഈ പ്ലാനും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോണ്ട. ഞാനിത് നിർത്തിവെക്കാൻ പോവുകയാണ്. ചാർലി പറയും ഇനി ഒരു പ്ലാനും കൂടെ ഉള്ളൂ. ഞാൻ അബിയേലിന്റെ ലാപ്ടോപ്പിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ ലാപ്ടോപ്പ് തുറക്കുന്ന സമയം എല്ലാം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ഡോക്ടർ പറയും ഇനി പറ്റില്ല, എനിക്ക് ജയിലിൽ പോയി കിടക്കാനായി താല്പര്യമില്ല. ഇത് നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. ആ ഫ്ലാറ്റിൽ നിന്ന് നിങ്ങൾ ഉടനെ ഒഴിയണം. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ലില്ലിയൻ ചാർലിയോട് ചോദിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യും? ചാർലി പറയും ഞാൻ അയാളോട് ഒന്നും കൂടെ സമാധാനപരമായി സംസാരിച്ച് നോക്കട്ടെ, നീ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. ഏറെ നേരമായിട്ടും ചാർലിയെ കാണാഞ്ഞത് കൊണ്ട് ലില്ലിയൻ ചാർലിയെ പോയി നോക്കും. പക്ഷെ അവിടെ എങ്ങും ചാർലിയെ കാണത്തില്ല. ലില്ലിയൻ പുറത്തിറങ്ങി ചാർലിയെ നോക്കുന്ന സമയത്ത് ലില്ലിയൻ കാണുന്നത് ഡോക്ടറെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ചാർലിയെയാണ്. ചാർലി ആ ഡോക്ടറെ കൊല്ലും. ചാർലി അതിനടുത്ത് തന്നെ ഒരു കുഴിയും എടുത്ത്
അയാളുടെ ശരീരം ആ കുഴിയിലിട്ട് മൂടും. അതിനുശേഷം അവർ രണ്ടുപേരും ആ ഫ്ലാറ്റിലോട്ട് മടങ്ങും. ചാർലി ലില്ലിയനോട് ചോദിക്കും, അയാളുടെ മൊബൈൽ എടുത്തോ? ലില്ലിയൻ പറയും, ഞാൻ എടുത്തിട്ടില്ല. അയാൾ പറയും, അതിലായിരുന്നു നമ്മുടെ ഡീറ്റെയിൽ എല്ലാം ഉള്ളത്. അത് പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ പ്രശ്നമാവും. ലില്ലിയൻ പറയും, ഇനി നമുക്ക് ഈ പ്ലാനും കൊണ്ട് മുന്നോട്ട് പോകണം. നമുക്കിതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയാലോ? ചാർലി പറയും, പറ്റില്ല, നമുക്ക് ഈ പ്ലാനും കൊണ്ട് മുന്നോട്ട് പോകണം. എന്തായാലും നമ്മൾ ഇതുവരെ എത്തി. എന്തായാലും നമുക്കിനി അടുത്ത പ്ലാനിലോട്ട് പോവാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ലില്ലിയൻ അബിഗേലിന്റെ ഡോറിൽ പോയി മുട്ടുന്നുണ്ടായിരുന്നു. പ്ലീസ് എന്നെ രക്ഷിക്കൂ, എന്നെ ഹെൽപ്പ് ചെയ്യൂ, ഇതും പറഞ്ഞായിരുന്നു അവർ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നത്. ലില്ലിയന്റെ കരച്ചിലും നിലവിളിയും കേട്ട് ഞെട്ടി ഉണരും അബിഗേൽ. ഇത് കേൾക്കുന്ന അബിഗേലിന് നല്ല പേടിയാവും. അബിഗേൽ പേടിച്ച് ഡോറിനടുത്ത് വരുമ്പോൾ ലില്ലിയൻ പറയും, അയാൾ എന്നെ കൊല്ലും, പ്ലീസ് എന്നെ രക്ഷിക്കൂ. അബിഗേൽ പതുക്കെ ഡോർ തുറക്കും. അബിഗേൽ വാതിൽ തുറക്കുന്ന സമയം തന്നെ ലില്ലിയൻ ഓടി അകത്ത് കയറും. അവളുടെ ബേക്ക് ചാർലിയും വരും. അയാളുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. അയാളെ റൂമിനകത്ത് കയറ്റാതിരിക്കാൻ അബിഗേൽ മാക്സിമം ശ്രമിക്കും. അയാൾ ഡോറ് തള്ളി തുറന്ന് അകത്ത് വരും. അയാൾ ലില്ലിയനെ നേരെ തോക്ക് കാണിച്ചിട്ട് അവളെ ഇപ്പോൾ കൊല്ലുമെന്ന് പറയും. അയാൾ ആ തോക്കും കൊണ്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കും. അവർ രണ്ടുപേരും നന്നായി അടികൂടും. അടിക്കിടയിൽ ആ തോക്ക് ലില്ലിയൻ തട്ടിപ്പറിച്ച് താഴെയിടും. അബിഗേൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇത് കണ്ട് പേടിച്ചു നിൽക്കും. ആ തോക്ക് പോയി വീഴുന്നത് അബിഗേലിന്റെ കാലിനടുത്തായിരിക്കും. ആ സമയം അബിഗേലിനോട് ലില്ലിയൻ പറയും, ആ തോക്ക് എനിക്ക് എടുത്തു തരൂ പ്ലീസ്, അയാൾ അല്ലെങ്കിൽ എന്നെ കൊല്ലും. അബിഗേലിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. ലില്ലിയൻ കരഞ്ഞുകൊണ്ട് അവളോട് വീണ്ടും പറയും, പ്ലീസ് എനിക്ക് ആ തോക്കൊന്ന് എടുത്തു തരൂ. അബിഗേൽ തന്റെ കാലുകൊണ്ട് നീക്കി ആ തോക്ക് ലില്ലിയന്റെ അടുത്തേക്ക് ഇട്ടുകൊടുക്കും. ചാർലി ആ സമയം ലില്ലിയൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ലില്ലിയൻ ചാർലിയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അയാൾ മാറുന്നില്ലായിരുന്നു. ലില്ലിയൻ കയ്യിലിരുന്ന തോക്കെടുത്ത് അയാളെ വെടിവെക്കും. വെടി കൊണ്ടതിനു ശേഷവും അയാൾ അവളുടെ കഴുത്തിൽ നിന്ന് പിടിവിടില്ല. ആ സമയം അബിഗേൽ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് അയാളുടെ ബേക്കേപ്പ് അയാളെ 2-3 കുത്തുകുത്തും. ആ നിമിഷം തന്നെ അയാൾ അവിടെ മരിച്ചു വീഴും. ലില്ലിയൻ ഇത് കണ്ട് ആകെ പേടിച്ചു പോകും. അവൾ നിലവിളിക്കാൻ തുടങ്ങും. ലില്ലിയൻ ചാടിയടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങും. നീ എന്തിനാ അദ്ദേഹത്തെ കൊന്നത്? നീ എന്തിനാ ചാർലിയെ കൊന്നത്? ഇതും പറഞ്ഞ് ലില്ലിയൻ അബിഗേലിനെ വഴക്കു പറയും. ലില്ലിയൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. അബിഗേൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ അങ്കിളിനെ വിളിക്കും. ആ സമയം അങ്കിളിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മണ്ണിനടിയിൽ നിന്നായിരുന്നു ആ റിംഗ് വന്നുകൊണ്ടിരുന്നത്. ആ സമയം ലില്ലിയൻ വന്ന് അബിഗേലിന്റെ ഫോൺ പിടിച്ചു വാങ്ങി വെക്കും. നീ ആരെ വിളിക്കുന്നത്? ഇതൊന്നും ആരോടും പറയാൻ പാടില്ല. ചാർലിയെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് കൊന്നു കളഞ്ഞത്. നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ അബിഗേൽ കരയാൻ തുടങ്ങും. ലില്ലിയൻ അബിഗേലിനോട് പറയും, നീ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. എനിക്കിനി ജീവിക്കാൻ കാശ് ഒന്നുമില്ല. ഞാനിനി എങ്ങനെ ജീവിക്കും? അബിഗേൽ പറയും, കുറച്ച് കാശ് നിനക്ക് ഞാൻ തരാം. എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ നിനക്ക് കാശെടുത്ത് തരാം. ആ സമയം ലില്ലിയൻ ചിന്തിക്കും, ചാർലി പറഞ്ഞിട്ടുണ്ടെന്ന് അബിഗേൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അബിഗേലിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് എല്ലാം ഇവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. ലില്ലിയൻ അബിഗേലിനെ സമാധാനപ്പെടുത്തും. ലില്ലിയൻ അബിഗേലിനോട് പറയും, നിനക്ക് എന്നെ വിശ്വസിക്കാം, ഞാനുണ്ട് നിന്റെ കൂടെ. അടുത്ത ദിവസം രാവിലെ റോൺ ആന്റി കളക്ഷൻ ഷോപ്പിൽ പോകുന്നു. അവിടുത്തെ അയാൾ പറയും, ആ സിംബൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് വാട്ടർ ഫാമിലിയുടെ സിംബലാണ്. ആ ഫാമിലി അമേരിക്കയിലെ ഏറ്റവും ധനികനായ ഒരാളുടെ ഫാമിലിയാണ്. അവരുടെ കമ്പനികളിൽ ഈ സിംബലാണുള്ളത്. ആ സമയം റോണിനോട് ആ കടക്കാരൻ ചോദിക്കും, നിങ്ങൾക്കറിയില്ലേ വാട്ടർ ഫാമിലി? അയാൾ പറയും, ആ എനിക്കറിയാം. ആ സമയം റോണിന്റെ അസിസ്റ്റന്റ് ജെറി വന്ന് റോണിനോട് പറയും, അപ്പാർട്ട്മെന്റിൽ മരിച്ച മുത്തശ്ശി ജോലി ചെയ്തിരുന്നത് അമേരിക്കയിലെ വാട്ടർ ഫാമിലിയിലായിരുന്നു. ആ വാട്ടർ ഫാമിലിയിലെ കുഞ്ഞിനെ നോക്കുന്നതായിരുന്നു ആ മുത്തശ്ശിയുടെ ജോലി. മുത്തശ്ശി ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ചപ്പോൾ ആ മുത്തശ്ശിക്ക് റെന്റ് കൊടുത്തിരുന്നത് ആ ഡോക്ടറായിരുന്നു. റോൺ ജെറിയോട് പറയും, നമുക്കെങ്കിൽ ആ ഡോക്ടറുടെ വീട്ടിൽ പോകും, അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇതും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകും. ലില്ലിയന് ക്യാഷ് കൊടുക്കാൻ അബിയൽ തന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. അബിയൽ ലാപ്ടോപ്പ് തുറന്ന് അക്കൗണ്ട് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ലില്ലിയന്റെ ഫോണിലോട്ട് ആ പാസ്വേഡ് പോയി. റോണും ജെറിയും കൂടെ ഡോക്ടറുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവർ അവിടെ ഫുള്ളും നോക്കും. ആ സമയം ആ നായയുടെ സൗണ്ട് മാത്രം കേൾക്കാം. അവർ ആ നായ നിൽക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ എന്തോ മൂടിയിട്ടിരിക്കുന്നു. അതിൽ കാലിട്ട് ചവിട്ടിയായിരുന്നു ആ നായ വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയം ലില്ലിയൻ കാണാതെ ഡോക്ടറുടെ ഫോണിലേക്ക് അബിയൽ വിളിക്കും. ഇതേ സമയം റോണും അസിസ്റ്റന്റും അവിടെ ഉണ്ടായിരുന്നു. ആ മണ്ണിന്റെ അടിയിൽ റിംഗ് കേൾക്കുന്നത് അവർ കാണും. അവർ നോക്കുമ്പോൾ ആ നായ മണ്ണ് ചവിട്ടി മാറ്റി ആ ഡോക്ടറിന്റെ കൈ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ലില്ലിയൻ അബിയലിനോട് പറയും, നീ ആരെയും വിളിക്കണ്ട, നീ പോയി ഫ്രഷ് ആയിട്ട് വരൂ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. അബിയേൽ അകത്തോട്ട് പോകുന്ന സമയം അബിയേലിന്റെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങും. ലില്ലിയൻ ആ ഫോൺ എടുക്കും. ആ ഫോണിൽ റോൺ ആയിരുന്നു വിളിച്ചിരുന്നത്. അയാൾ പറയും, നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടർ റേമണ്ടിനെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ നോക്കി വളർത്തിയ മുത്തശ്ശിയുടെ മരണം നോർമലായിട്ടൊരു മരണമല്ല, അതും ഒരു കൊലപാതകമാണ്. നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തെത്തും. ഇതും പറഞ്ഞ് റോൺ ഫോൺ വെക്കും. ഇതെല്ലാം കേട്ടിട്ട് ലില്ലിയൻ ഫോൺ അവിടെ ഇടും. അബിഗേൽ ഫ്രഷായി വരുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അബിഗേൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് ചാർലിയുടെ ബോഡിയിൽ മൂടും. ആ സമയം അയാളുടെ പോക്കറ്റിൽ ഒരു പേഴ്സ് ഇരിക്കുന്ന അവൾ കാണും. അവൾ ആ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അത് ഡോക്ടറുടെ പേഴ്സാണ്. ചാർലിയുടെ വെടികൊണ്ട ഭാഗത്തെ ബ്ലഡ് കാണുമ്പോൾ അവൾക്ക് സംശയം തോന്നുന്നു. അവൾ പതുക്കെ അയാളുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഊരി നോക്കും. അവിടെ കെട്ടിവെച്ച ബ്ലഡിന്റെ ബാഗായിരുന്നു. അവൾക്കപ്പോൾ ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അബിയേൽ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് നോക്കും.
അതിൽ ബുള്ളറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഡോക്ടറാണ് ഇതിന്റെ പിന്നിലെന്നും അവൾക്ക് മനസ്സിലായി. അബിഗേലിന് മനസ്സിലായി ഇവർ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ പറ്റിക്കാൻ നോക്കിയതാണ്. തന്റെ കയ്യിലെ കേസ് എടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ എന്നും അവൾക്ക് മനസ്സിലായി. അബിഗേൽ തന്നെ ഡോക്ടർ പറ്റിച്ചതോർത്തിരുന്ന് കരയും. ആ സമയം ലില്ലിയൻ അബിഗേലിന്റെ അക്കൗണ്ടുള്ള ബാങ്കിൽ പോയി തന്റെ ഫോട്ടോ വെച്ച് അബിഗേലിന്റെ ഡീറ്റെയിലും എല്ലാം വെച്ച് ആ കള്ളരേഖ കൊടുത്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിരുന്നു അവളുടെ പ്ലാൻ. അവിടെ ചെന്ന് അവിടെ അന്വേഷിക്കുമ്പോൾ അവർ പറയും മാനേജറുമായി സംസാരിക്കാനായി. ആ സമയം അബിഗേൽ റോണിനെ വിളിക്കും. അയാൾ പറയും ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡോക്ടർ മരിച്ചിട്ടുണ്ടായിരുന്നതും മുത്തശ്ശിയുടെ മരണവുമെല്ലാം. ഡോക്ടർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അബിഗേലിന് ഭയങ്കര സങ്കടമാവും. അവൾ പറയും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. റോൺ ആ സമയം പറയും നിങ്ങൾ സൂക്ഷിക്കണം, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ വരും. അബിഗേൽ തന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് തന്റെ അക്കൗണ്ടിൽ എന്തൊക്കെയോ ചെയ്യും. ആ ബാങ്ക് വാട്ടർ ഫാമിലിയുടേതായിരുന്നു. അതിനുശേഷം അബിഗേൽ പത്രക്കാരെ വിളിക്കും. അവരോട് പറയും വാട്ടർ ഫാമിലിയിൽ നിന്ന് വർഷങ്ങളായി മിസ്സിംഗ് ആയ ആ ലേഡി ഇപ്പോൾ ആ ലേഡി അബിഗേൽ എന്ന പേരിലാണ് ജീവിക്കുന്നത്. ഇതും പറഞ്ഞ് ലില്ലിയൻ ഇപ്പോൾ ഉള്ള ബാങ്കിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ലില്ലിയൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും അതിന്റെ കളറും പത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം ലില്ലിയൻ അബിഗേലായിട്ടാണ് ആ ബാങ്കിൽ ഇരിക്കുന്നത്. ബാങ്ക് മാനേജർ ലില്ലിയനോട് ചോദിക്കും എന്തിനാ അക്കൗണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത്? അവൾ പറയും ഞാൻ ഈ രാജ്യത്ത് നിന്ന് പോവുകയാണ്. ആ സമയം വീണ്ടും ബാങ്ക് മാനേജർ ലില്ലിയനോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ലില്ലിയൻ അയാളോട് ചോദിക്കും ഇപ്പോൾ എന്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടാവും ബാലൻസ്? ബാങ്ക് മാനേജർ പറയും ഓക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ പറയാം. ചെക്ക് ചെയ്തതിനു ശേഷം ബാങ്ക് മാനേജർ പറയും 720. ലില്ലിയൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ബാങ്ക് മാനേജറോട് ചോദിക്കും 720 മില്യണോ? അയാളും ചിരിച്ചുകൊണ്ട് പറയും 720 മില്യൺ. ഇത് പറഞ്ഞ് അയാളും ചിരിക്കും. അയാൾ ചോദിക്കും ക്യാഷായിട്ട് വേണോ ചെക്കായിട്ട് വേണോ? $7.20 അത് കേൾക്കുമ്പോൾ അവളുടെ മുഖം ഒന്ന് മാറും. ആ സമയം ലില്ലിയൻ ഓർമ്മിക്കും ലില്ലിയൻ അബിഗേലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലില്ലിയൻ നാട് വിട്ട് വരുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്നത് $7.20 ഇത് അബിഗേൽ തനിക്കിട്ട് തന്ന പണിയാണെന്ന് ലില്ലിയന് മനസ്സിലാവും. ലില്ലിയൻ ഈ കിട്ടിയ പണിയോർത്ത് ലില്ലിയൻ എണീക്കാൻ പോലും പറ്റാത്ത വിധം തളർന്നു പോകും. അവൾ പതുക്കെ എണീച്ച് നടക്കും. ആ സമയം ഒരാൾ അവിടെ നിന്ന് അവളെ വിളിക്കും. ലില്ലിയൻ നോക്കുമ്പോൾ അത് അബിഗേലായിരുന്നു. അബിഗേൽ അവിടെ മാറി നിന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അബിഗേൽ ലില്ലിയനെ അബിഗേൽ എന്ന് പേര് വിളിച്ച് സംസാരിക്കും. ലില്ലിയൻ ചോദിക്കും നീ എന്തിനാ എന്നെ അബിഗേൽ എന്ന് വിളിക്കുന്നത്? അബിഗേൽ പറയും നീ ഇപ്പോൾ എന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നീ ഇവിടെ കൊടുത്തിരുന്ന കള്ള ഐഡി എല്ലാം എന്റെ പേരിൽ ഉണ്ടാക്കിയതല്ലേ? ഈ ബാങ്കിൽ വന്നതും അബിഗേലായിട്ടല്ലേ? അതും പറഞ്ഞ് അബിഗേൽ ലില്ലിയനോട് പറയും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു, നിങ്ങൾ എന്നെ ചതിച്ചു, നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്റെ ക്യാഷ് ആയിരുന്നു, അതും എനിക്ക് മനസ്സിലായി. അബിഗേൽ ലില്ലിയനോട് പറയും നിനക്ക് എന്റെ പേരിലല്ലേ അറിയപ്പെടണമെന്ന ആഗ്രഹം, ഇനി നീ എന്റെ പേരിൽ അറിയപ്പെട്ടോളൂ. ലില്ലിയൻ എല്ലാത്തിനും അബിഗേലിനോട് സോറിയും പറഞ്ഞു അവിടെ നിന്ന് തിരിഞ്ഞു നടക്കും. ലില്ലിയൻ പുറത്തിറങ്ങി വരുമ്പോൾ പത്രക്കാരെല്ലാരും അവളെ വളയും. അവളോട് ചോദിക്കും നിങ്ങളല്ലേ അബിഗേൽ? നിങ്ങൾ വാട്ടർ ഫാമിലിയിലെ അംഗമല്ലേ? നിങ്ങൾ ഇത്രയും വർഷമായി മിസ്സിംഗ് അല്ലേ ആയിരുന്നോ? ലില്ലിയൻ ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കും. ലില്ലിയൻ പറയും ഞാൻ വാട്ടർ ഫാമിലിയിലുള്ള ആളല്ല. അവൾ പറയുന്നതൊന്നും മൈൻഡാക്കാതെ പത്രക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ലില്ലിയൻ പേടിക്കും. ഇതെല്ലാം മാറി നിന്ന് അബിഗേൽ കാണുന്നുണ്ടായിരുന്നു. അവൾ ഇതെല്ലാം കണ്ട് ചിരിക്കും. ലില്ലിയൻ നില വിളിച്ച് കരയും മാതിരി പത്രക്കാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതല്ല, ഞാൻ അബിഗേലല്ല, ഞാൻ വാട്ടർ ഫാമിലിയിലെ അംഗവുമല്ല. ഇത് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ പത്രക്കാർ ആരും അത് മൈൻഡാക്കിയില്ല. അബിഗേൽ അതെല്ലാം അവിടെ നിന്ന് കണ്ടതിന് ശേഷം മുന്നോട്ട് നടന്നു വരും. ആ സമയം അവളുടെ മുന്നിൽ റോണും ജെറിയുമായിരിക്കും നിൽക്കുന്നത്. റോൺ അബിഗേലിന്റെ ഫേസ് ശ്രദ്ധിക്കും. അബിഗേൽ അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിൽക്കും. അബിഗേലിനോട് പൊയ്ക്കോളാനായി റോൺ കണ്ണു കാണിക്കും. അബിഗേലിനെ റോൺ മാത്രമേ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അബിഗേലിനു മനസ്സിലെ റോൺ മനഃപൂർവ്വം തന്നെ രക്ഷപ്പെടുത്തിയതാണ്. അബിഗേൽ തിരിഞ്ഞു നോക്കുമ്പോൾ റോണും അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അബിഗേൽ അതുവഴി പോകുന്ന ഒരു ടാക്സിയിൽ കൈ കാണിച്ച് കയറും. അതേസമയം ലില്ലിയനെ പോലീസും കൊണ്ടുപോകുന്നുണ്ട്. ടാക്സി ഡ്രൈവർ അബിഗേലിനോട് ചോദിക്കും എവിടെയാ പോവേണ്ടത്? അബിഗേൽ പറയും കെനഡി എയർപോർട്ട്. ടാക്സി ഡ്രൈവർ വീണ്ടും ചോദിക്കും മാം ബാഗേജ് ഒന്നും ഇല്ലേ? അവൾ പറയും ഇല്ല, നിങ്ങൾ എന്നെ മാം എന്ന് വിളിക്കണ്ട, എന്റെ പേര് വിളിച്ചോളൂ, എന്റെ പേര് ലില്ലിയൻ എന്നാണ്. ലില്ലിയൻ അബിഗേലിന്റെ പേരെടുത്തപ്പോൾ അബിഗേൽ ലില്ലിയന്റെ പേരും എടുത്തു. ആരും അറിയാത്ത നാട്ടിൽ പോയി സമാധാനപരമായി ജീവിക്കാനായിരുന്നു അബിഗേൽ ആഗ്രഹിച്ചത്. അതിനാൽ ഈ നാട് വിട്ട് അബിഗേൽ വേറൊരു നാട്ടിലോട്ട് പോവുകയായിരുന്നു. ഇതും കാണിച്ചിട്ടാണ് മൂവി അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.